നമസ്കാരം, ഏവർക്കും സ്കേല ഡിസിപ്ലിന എന്ന എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യവഹാരവാദത്തെക്കുറിച്ചും അതിൽ പ്രധാനിയായ പാവ്ലോവ് നായയിൽ നടത്തിയ പരീക്ഷണങ്ങളും അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള പ്രധാന ആശയങ്ങളുമാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മറ്റൊരു വ്യവഹാരവാദിയായ എഡ്വേർഡ് ലീ തോണ്ടേക്ക് നടത്തിയ പരീക്ഷണങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള പഠന നിയമങ്ങളുമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എഡ്വേർഡ് ലീ തോണ്ടേക്ക് 1874-1949 കാലഘട്ടങ്ങളിലായി ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് എഡ്വേർഡ് ലീ തോണ്ടേക്ക്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, പാവ്ലോവ് റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹം എന്താണ്? അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അനിമൽ ഇന്റലിജൻസ്, സൈക്കോളജി ഓഫ് ലേണിംഗ്, ഹ്യൂമൻ അരിത്മെറ്റിക്. എന്തൊക്കെയാണ്? അനിമൽ ഇന്റലിജൻസ്, സൈക്കോളജി ഓഫ് ലേണിംഗ്, ഹ്യൂമൻ അരിത്മെറ്റിക്. ഈ 3 പുസ്തകങ്ങളുടെയും പേരുകൾ പഠിക്കാനുള്ള ഒരു കോഡ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതായിരിക്കും. പാവ്ലോവ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയത് നായയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ നമുക്ക് എങ്ങനെ ഓർക്കായിരുന്നു? പാവ്ലോവ്, അപ്പൊ പാ ഉണ്ട്, പട്ടി പാ ഉണ്ട് അല്ലെ, പാപ്പ. ആ ഒരു ബന്ധം ഉപയോഗിച്ചിട്ട് നമുക്കത് ഓർക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ തോണ്ടേക്ക് നടത്തിയത് പട്ടിയിലല്ല, എന്തിലാണ്? പൂച്ചയിലാണ്. ഇത് നമ്മൾ എങ്ങനെ ഓർക്കും? തോണ്ടേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തോണുണ്ട്. ഇതെന്താണ്? മുള്ള് അല്ലെ. മുള്ള് എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ ഓർക്കാം? പൂച്ചയെ ഓർക്കാം അല്ലെ. മുള്ള ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്? പൂച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിൽ തോണ്ടേക്ക് എന്നുള്ള പേരിൽ തന്നെ നമുക്ക് പൂച്ചയെ കാണാൻ പറ്റും. നോക്കിയേ, മീൻ മുള്ളായിട്ടിരിക്കുന്ന പൂച്ച. തോണ്ടേക്ക് പൂച്ചയെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ അറിയപ്പെടുന്നതാണ് പ്രശ്നപേടകത്തിലെ പൂച്ച, ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ്. ഈ ഒരു പോയിന്റ് കൃത്യമായി ഓർത്തു വെക്കുക. പ്രശ്നപേടകത്തിലെ പൂച്ച ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ ഓർമ്മ വേണം, പൂച്ചയിൽ പരീക്ഷണം നടത്തിയത് തോണ്ടേക്കാണെന്നും അതുകൊണ്ട് പ്രശ്നപേടകത്തിലെ പൂച്ച ആരുടെയാണ്? തോണ്ടേക്കിൻ്റെതാണ് എന്നുള്ളതും ഓർത്തു വെക്കുക. ഇനി നമുക്ക് എന്താണ് തോണ്ടേക്ക് തന്റെ പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിൽ ചെയ്തതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു അദ്ദേഹം പൂച്ചയിലാണ് തന്റെ പരീക്ഷണം നടത്തിയതെന്ന്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു പൂച്ചയെ എടുത്തിട്ടുണ്ട്. ആ പൂച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അതൊരു സാധാരണ പൂച്ചയല്ല, പകരം ഭക്ഷണം ലഭിക്കാതെ വിശന്നിരിക്കുന്ന ഒരു പൂച്ചയാണ്. അദ്ദേഹം ഈ പൂച്ചയെ ഈ ഒരു പെർട്ടിക്കുലർ കേജിൽ എന്ത് ചെയ്യാണ്? അടച്ചിടുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ കേജിന് എന്താണ്? ഇവിടെ നമുക്കൊരു സ്ട്രിങ് കാണാൻ പറ്റും. ആ സ്ട്രിങ്ങിൽ വലിക്കുകയാണെങ്കിൽ ആ കേജ് ഓപ്പൺ ആയി പൂച്ചയ്ക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും. അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്താണ്? ഒരു പാത്രത്തിൽ മീനിനെ കേജിന് പുറത്തായിട്ട് വെക്കുന്നുണ്ട്. ആ പാത്രം പൂച്ചയ്ക്ക് എന്താണ്? കേജിനകത്ത് നിന്ന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അകലത്തിലാണ് അദ്ദേഹം വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം, വിശന്നിരിക്കുന്ന പൂച്ചയാണ്. അപ്പൊ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയും നേടാനുള്ള ഒരു ശ്രമം പൂച്ചയുടെ ഭാഗത്ത് നിന്നുണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പൂച്ച എന്തിനു ശ്രമിക്കുകയാണ്? അവിടെ കൈ എത്തിച്ചിട്ട് പുറത്തു നിന്ന് ആ പാത്രത്തോടെ മീൻ എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ എത്തിക്കാൻ പറ്റാത്ത ദൂരത്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു പ്രവർത്തനം എന്ത് ചെയ്യാണ്? അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിൽ പുറത്തേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് പൂച്ച പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പൂച്ച എന്താണ്? ആ സ്ട്രിങ് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അതിന്റെ ഡോർ ഓപ്പൺ ആവുകയും പൂച്ച പുറത്തേക്ക് വന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് തോണ്ടേക്ക് തന്റെ ഈ പരീക്ഷണം പല തവണകളായി ആവർത്തിക്കുകയാണ്. ഈ ആവർത്തനത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, ഓരോ തവണ ആവർത്തിക്കും തോറും പൂച്ച കേജിൽ നിന്ന് പുറത്തു വരാൻ എടുക്കുന്ന സമയം കുറഞ്ഞു വരികയാണെന്നാണ്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിൽ നടന്നിരിക്കുന്ന കാര്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. തോണ്ടേക്കിന്റെ ഈ ഒരു പരീക്ഷണം പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി. ഇവിടെ എന്താണ്? ആ പൂച്ച തന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ആ മത്സ്യം എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അതിന് പൂച്ച പലതരത്തിലുള്ള ശ്രമങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. കൈ എത്തിച്ച് പുറത്തു നിന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ പുറത്തേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം എന്താണ്? പൂച്ചയുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തങ്ങളായ ശ്രമങ്ങളാണ് നടക്കുന്നത് അല്ലെ. ആ ശ്രമങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. വീണ്ടും പൂച്ച എന്താണ്? മറ്റൊരു രീതിയിൽ പുറത്തു കടക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ ശ്രമങ്ങൾക്കും പരാജയങ്ങൾക്കും ഒടുവിൽ എന്താണ്? പൂച്ചയ്ക്ക് വിജയം ലഭിക്കുകയാണ് അല്ലെ. ഇവിടെ എന്താണ് വിജയം എന്ന് പറയുന്നത്?
കൂട് തുറന്ന് പുറത്തേക്ക് വന്ന് ആ മീനിനെ കൈക്കലാക്കുക, അല്ലെ? ഇതാണ് അവിടെ വിജയം. അപ്പൊ ശ്രമങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും എന്ത് ചെയ്യാണ് ഒരു കാര്യം നേടുന്നതിനാൽ തന്നെ ഇവിടെ ശ്രമ പരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി എന്ന് ഈ സിദ്ധാന്തത്തെ അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് വിശന്നിരിക്കുന്ന ഒരു പൂച്ചയല്ല, പകരം എന്താണ് ഭക്ഷണമൊക്കെ കിട്ടി നല്ലപോലെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു പൂച്ചയാണെങ്കിൽ ആ പൂച്ചയുടെ ഭാഗത്ത് നിന്ന് ഈ ഭക്ഷണം എടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താണ്? അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിശപ്പില്ല, അതിന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടി ആ ഫുഡ് എടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസി പൂച്ചയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ആക്രാന്തം നിറഞ്ഞൊരു പൂച്ചയായിരിക്കണം, അല്ലെ? ഇവിടെ അത്തരത്തിലുള്ള ഒരു പൂച്ചയായിരുന്നില്ല. എന്താണ്? വിശന്നിരിക്കുന്ന ഒരു പൂച്ചയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അവിടെ പൂച്ചയ്ക്ക് എന്താണ്? വിശപ്പ് എന്ന് പറയുന്ന ഒരു ചോദകം അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ട്. ഇത് എന്ത് സ്റ്റിമുലസ് ആണ്? ആന്തരികമായ ഒരു സ്റ്റിമുലസ് ആണ്, അല്ലെ? വിശപ്പ് എന്ന് പറയുന്നത് ആന്തരികമായ ഒരു സ്റ്റിമുലസ് ആണ്. ഈ ഒരു സ്റ്റിമുലസ് ഉള്ളത് കൊണ്ട് തന്നെ പൂച്ച എന്ത് ചെയ്യാണ്? പലതരത്തിലുള്ള റെസ്പോൺസ് കാഴ്ചവെക്കുകയാണ്. ഇവിടെ റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു? പല രീതിയിലുള്ള പൂച്ചയുടെ ശ്രമങ്ങളാണ് നമുക്കിവിടെ റെസ്പോൺസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ വ്യത്യസ്തങ്ങളായ റെസ്പോൺസ് പൂച്ച ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് പൂച്ച കാണിച്ചപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കേജ് ഓപ്പൺ ആകുന്നതും പൂച്ചയ്ക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നതും. അതായത് ഇവിടെ എന്താണ്? ഒരു സ്റ്റിമുലസും ഉണ്ട്, അതേപോലെ തന്നെ ഒരു റെസ്പോൺസും നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റിമുലസും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും തമ്മിൽ ഒരു കണക്ഷൻ രൂപീകരിക്കുമ്പോഴാണ് അവിടെ ആ പ്രവർത്തനം എന്താവുന്നത്? സക്സസ് ആവുന്നത്, അല്ലെ? അപ്പൊ അതിന് സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ SR കണക്ഷൻ തിയറി എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ പൂച്ചയോട് ഈ ഒരു സന്ദർഭത്തിൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നീ എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്? അപ്പൊ ആ പൂച്ച എന്തായിരിക്കും പറയാ? ഞാൻ വിശന്നിരിക്കുകയാണ്, പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ മീൻ എനിക്ക് എടുത്ത് കഴിക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാനുള്ള മാർഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുക, അല്ലെ? അപ്പൊ പൂച്ച പറഞ്ഞത് എന്താണ്? അവിടെ ഒരു പഠനം അല്ലെങ്കിൽ ലേണിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോ തോണ്ടേക്കും പറയുന്നത് എന്താണ്? ആ ലേണിംഗ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആന്തരികമായിട്ടുള്ള വിശപ്പ് എന്ന സ്റ്റിമുലസും പൂച്ച മുന്നോട്ട് വെച്ച അപ്രോപ്രിയേറ്റ് റെസ്പോൺസും തമ്മിലൊരു കണക്ഷൻ രൂപീകരിക്കപ്പെടുന്നത്, അല്ലെ? ഒരു വ്യക്തിയിൽ പഠനം നടക്കുമ്പോൾ അവിടെ സ്റ്റിമുലസും റെസ്പോൺസും ചോദകവും പ്രതികരണവും തമ്മിൽ എന്താണ്? ഒരു കണക്ഷൻ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തിയറി ഓഫ് കണക്ഷനിസം, അല്ലെ? ഇവ തമ്മിലൊരു ബന്ധം അല്ലെങ്കിൽ ഒരു ബോണ്ട് രൂപീകരിക്കുകയാണ്. അതുകൊണ്ട് ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ ഒരു പരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തോണ്ടേക്ക് എന്ത് ചെയ്യാണ്? 3 പ്രധാനപ്പെട്ട പഠന നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. 3 നിയമങ്ങൾ ആയതിനാൽ തന്നെ അവയെ തോണ്ടേക്കിന്റെ പഠന നിയമത്രയം അല്ലെങ്കിൽ ട്രൈലോഗി ഓഫ് ലേണിംഗ് എന്നറിയപ്പെടുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പഠന നിയമത്രയങ്ങൾ അല്ലെങ്കിൽ ട്രൈലോഗി ഓഫ് ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റണം? തോണ്ടേക്കാണ് പഠന നിയമത്രയങ്ങൾ അല്ലെങ്കിൽ ട്രൈലോഗി ഓഫ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റണം. ഇവ 3 എന്താണ്? തോണ്ടേക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് തോണ്ടേക്ക് പ്രധാനപ്പെട്ട 3 പഠന നിയമങ്ങൾ കൊണ്ടുവന്നു, അത് പ്രാഥമിക പഠന നിയമങ്ങൾ എന്നും, അതുകൂടാതെ മറ്റു 6 പഠന നിയമങ്ങളുണ്ട്, അതിനെ അനുബന്ധ നിയമങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ലോസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ പ്രാഥമിക പഠന നിയമമാണ് സന്നദ്ധതാ നിയമം അഥവാ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും ഒരു വ്യക്തി സന്നദ്ധനായിരിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രവർത്തനം എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെ? ഈ ഒരു കേസിൽ എന്താണ്? പൂച്ചയ്ക്ക് വിശപ്പ് എന്ന് പറയുന്ന സ്റ്റിമുലസ് ഉള്ളത് കൊണ്ട് തന്നെ ആ വിശപ്പ് അകറ്റാൻ ഏതൊരു പ്രവർത്തനം ചെയ്യാനും ആ പൂച്ച സന്നദ്ധനായിരുന്നു, അല്ലെ? അതുകൊണ്ടാണ് പൂച്ചയുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നതും അതിലൊരു ശ്രമത്തിലൂടെ കൂട് തുറന്ന് പൂച്ചയ്ക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും സന്നദ്ധത ആവശ്യമാണ്. ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിച്ചാൽ എന്തായിരിക്കും? ഫലം സംതൃപ്തി നൽകുന്നതായിരിക്കും. ഇനി ഒരാൾ ഒരു കാര്യം ചെയ്യാൻ എന്തല്ല റെഡിയല്ല, ഓക്കെ, അപ്പൊ നമ്മൾ അയാളെ നിർബന്ധിക്കാണ്. നമ്മൾ സാധാരണയായിട്ട് വീടുകളിലൊക്കെ ചെയ്യാറുള്ളതാണ്, നമ്മുടെ മക്കളെയൊക്കെ എന്താണ് പഠിപ്പിക്കാനിരുത്തും. അവർക്കത് ഓക്കെ അല്ലാത്ത സമയത്തേക്ക് നമ്മൾ ഇരുത്തുന്നുണ്ടാവുക. എന്നിട്ട് എന്താണ്? 1 മണിക്കൂർ കഴിഞ്ഞാലും 2 മണിക്കൂർ കഴിഞ്ഞാലും അവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ നമ്മൾ അതിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടാവില്ല. ഇവിടെ എന്താണ്? അവര് സന്നദ്ധരല്ലാത്ത സമയത്താണ് നമ്മൾ അവരെ ഇരുത്തുന്നത്. അപ്പൊ അത് അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കും. ഇനി
ഒരു സാഹചര്യത്തിൽ കുട്ടികൾ വന്ന് പറയാണ് എനിക്കിപ്പോ പഠിക്കണം, എന്നെ പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് നീ ഇപ്പൊ പഠിക്കുമെന്ന് വേണ്ട, എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ കുട്ടി പഠിക്കാൻ സന്നദ്ധനായിരുന്നു, പക്ഷെ എന്താണ് അതിന് സാധിച്ചില്ല ആ കുട്ടിക്ക്. അപ്പൊ അതിനെന്തുണ്ടാക്കും? ആ വ്യക്തിയിൽ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരു വ്യക്തി സന്നദ്ധനായിരിക്കുന്ന സമയത്ത് അതിന് സാധിക്കാതെ വരുന്നതും സന്നദ്ധത ഇല്ലാത്തപ്പോൾ പ്രവർത്തിക്കേണ്ടി വരുന്നതും അസ്വസ്ഥത ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ നിയമത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ക്ലാസ് റൂം പ്രസക്തി നമുക്ക് എങ്ങനെ പറയാം? ടീച്ചർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കുട്ടികൾ പഠിക്കാൻ സന്നദ്ധരാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അത് ചെക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ടീച്ചറുടെ ഭാഗത്ത് നിന്നുണ്ടാവണം, അല്ലെ? ഇനി അഥവാ സന്നദ്ധരല്ല അവരെന്ന് തോന്നുകയാണെങ്കിൽ അവരെ അതിന് റെഡിയാക്കുന്ന, അവരെ ക്ലാസ് റൂം ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ആക്ടിവിറ്റീസ് ടീച്ചറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കണം. ഇനി കുട്ടികൾ വളരെയധികം പഠിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്, ടീച്ചർ എന്താണ് കുറച്ച് ടയേർഡാണ്, അല്ലെ ടീച്ചർക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ട്, ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരിൽ എന്തുണ്ടാക്കുന്നുണ്ട്? അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാവരും ക്ലാസ് മുറിയിൽ ചെല്ലുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇത് തോണ്ടായിക്കിന്റെ പഠന നിയമത്തിന്റെ വിദ്യാഭ്യാസ പ്രസക്തിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തേതാണ് ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു കാര്യവും നമ്മൾ ആവർത്തിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരുപാട് തവണ അഭ്യസിക്കുന്നതിലൂടെ എന്താണ് അതിൽ നമുക്ക് പെർഫെക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും ചോദക പ്രതികരണ ബന്ധം ദൃഢമാകുന്നു എന്നുള്ളതാണ്. അഭ്യാസം കൊണ്ട് നൈപുണികൾ വികസിക്കുകയും അഭ്യസിക്കാതിരുന്നാൽ അത് ക്ഷയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു പൂച്ചയുടെ കേസ് തന്നെ നോക്കാം. പൂച്ച ഒരു രീതിയിൽ തുറന്നു നോക്കി സാധിച്ചില്ല, വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി സാധിച്ചില്ല, അങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ച് പൂച്ച ശ്രമിച്ചിട്ട് ഒരു തരത്തിൽ ആ കൂട് തുറക്കുന്നത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഈ ഒരു കാര്യം പിന്നീട് പൂച്ച ചെയ്യുന്നേ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിന്നീട് ആ കൂട് തുറക്കാനുള്ള ശ്രമം പൂച്ചയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് തുറന്നത് എന്നുള്ളത് പൂച്ച സ്വാഭാവികമായിട്ടും മറന്നുപോകും, അല്ലെ? അപ്പൊ ആവർത്തിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരുപാട് തവണ ഒരു കാര്യം അഭ്യസിക്കുന്നതിലൂടെ എന്താണ് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ കൈക്കലാക്കാനും സാധിക്കും. അഭ്യാസം കൊണ്ട് മാത്രം നമുക്ക് പുതിയ നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലെ? ചെറിയ കുട്ടികളൊക്കെ ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു വിടുന്നുണ്ടായിരിക്കും. അവർക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടിട്ടായിരിക്കില്ല പല രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കാൻ പഠിക്കാൻ വിടുന്നുണ്ടാവാം. അവരത് പഠിക്കണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ട് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് അവര് ഡ്രോയിങ് പഠിക്കുന്നതിലൂടെ എന്താണ് അവരിൽ ആ നൈപുണ്യം വികസിക്കുകയാണ്. നൈപുണ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സ്കില്ലാണ് കേട്ടോ. ആ സ്കില്ല് അവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ ക്ലാസ് റൂം പ്രസക്തിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ത് തന്നെയാണ്? ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് ആവർത്തനത്തിനുള്ള അവസരങ്ങൾ നൽകുക, പ്രവർത്തനങ്ങൾ അഭ്യസിക്കാനുള്ളതും സ്വന്തമായി പ്രവർത്തനങ്ങൾ എന്താണ് ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിലൂടെ ചെയ്യാനുള്ളതുമായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ നൽകണം. അതായത് സ്വയം പഠനത്തിനുള്ള അവസരങ്ങൾ നൽകുക, ആവർത്തന പഠനത്തിനുള്ള അവസരം നൽകുക എന്ന് വെച്ചാൽ റോഡ് ലേണിംഗ് എന്നുള്ളതല്ല. ഏതൊരു കാര്യവും ചെയ്തു നോക്കാൻ, ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ആണെങ്കിൽ എന്താണ് അവിടെ ഒരു ചോദ്യം കുട്ടികൾക്ക് ചെയ്യാനുള്ള അവസരം ആദ്യം കൊടുക്കണം. അല്ലാതെ ടീച്ചർ ആദ്യം ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതുന്നു, അതിനുള്ള ആൻസർ എഴുതുന്നു, കുട്ടികൾ പകർത്തി എഴുതുന്നു, ഇതല്ല വേണ്ടത്. അവർക്കത് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അവർ തെറ്റുകയാണെങ്കിൽ അവർക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് വേണം ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ആവർത്തനം അല്ലെങ്കിൽ അഭ്യാസം എന്ന് പറയുന്നത് ഏതൊരു കാര്യവും എന്താണ് ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ നിയമമാണ് ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം അഥവാ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കൊരു റിസൾട്ടും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നും. അതായത് നമുക്കൊരു പ്രവർത്തനം ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ഫലം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് തൃപ്തികരമായതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. തൃപ്തികരമായിട്ടാണ് നമുക്കൊരു ഫലം ഉണ്ടായതെങ്കിലോ നമ്മൾ ആ പ്രവർത്തനത്തിൽ വീണ്ടും വീണ്ടും ഏർപ്പെടും. അതായത് ഏതൊരു ചോദക പ്രതികരണത്തിന്റെയും ശക്തി വർദ്ധിപ്പിക്കുന്നതും അല്ലെങ്കിൽ കുറയ്ക്കുന്നതും അവയുടെ അനന്തര ഫലങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പൊ ചില കുട്ടികളോട് പാരന്റ്സ് പറയാണ് 10th നിനക്ക് ഫുൾ A+ കിട്ടുകയാണെങ്കിൽ ഞാൻ നിനക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയാണ്. പക്ഷെ എക്സാം കഴിഞ്ഞു കുട്ടിക്ക് ഫുൾ A+ കിട്ടുന്നുണ്ട് എങ്കിലും ചില കാരണവശാൽ എന്ത് ചെയ്യാണ് ആ പാരന്റിന് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് കുട്ടി +2 എത്തുന്ന സമയത്ത് കുട്ടിയോട് അമ്മ ഇതേ കാര്യം പറയാണ്, നീ +2 ഫുൾ A+ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാം എന്ന് പറയാണ്. അവിടെ കുട്ടി എന്ത് ചെയ്യാണ് പഴയ ഓർമ്മയിലേക്ക് പോവാണ്. അന്ന് അമ്മ ഇത് പറഞ്ഞു, എനിക്ക് വാങ്ങിച്ചു തന്നില്ല, ഇന്നും ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് എന്താണ്
ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് കുട്ടിയിൽ തോന്നൽ വരികയാണ് ചെയ്യുന്നത്. മുമ്പുണ്ടായിരുന്ന പ്രവർത്തനത്തിന്റെ ഫലം എന്തായിരുന്നു? തൃപ്തികരമല്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ക്ലാസ് റൂം പ്രസക്തിയായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അല്ലെ? അവരിൽ പോസിറ്റിവിറ്റി ഉണ്ടാകുന്ന ഒരു തരം എഫക്റ്റ് ആയിരിക്കണം നമ്മൾ അവിടെ നൽകേണ്ടത്. എന്നാലും മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അവരത് വീണ്ടും ആവർത്തിക്കുകയുള്ളൂ. ഇനി അവരുടെ ഭാഗത്തൊരു തെറ്റാണ് സംഭവിച്ചതെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നിരുത്സാഹപ്പെടുത്താതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രതികരണം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വീണ്ടും ആ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അപ്പൊ ഈ കാര്യങ്ങളും നമ്മൾ ക്ലാസ് മുറിയിൽ ആലോചിക്കേണ്ടതാണ്. ഇത് മൂന്നുമാണ് തോണ്ടൈക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങൾ അല്ലെങ്കിൽ ട്രൈലോഗി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം അഥവാ അഭ്യാസ നിയമം ലോ ഓഫ് എക്സസൈസ്, ഫല നിയമം ഓർ പരിണാമ നിയമം ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് തോണ്ടൈക്ക് രൂപീകരിച്ച അനുബന്ധ നിയമങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ലോസ് ഓഫ് ലേണിംഗ് എന്നത് എന്താണെന്നത്. ആദ്യത്തേതാണ് ബഹുവിധ പ്രതികരണ നിയമം അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. രണ്ടാമത്തത് മനോഭാവ നിയമം ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. 3 സാദൃശ്യ നിയമം ലോ ഓഫ് അനലോഗി. 4 ധ്രുവീകരണ നിയമം ലോ ഓഫ് പൊളാരിറ്റി. 5 ഘടകങ്ങളുടെ പ്രഭാവ നിയമം ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്സ്. 6 സംയോജിത വ്യതിയാന നിയമം. ഇത് ഓർത്തു വെക്കാനുള്ള എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ഓർഡർ മാറ്റിയിട്ട് ഒന്ന് പഠിക്കാൻ നോക്കാം. ഞാൻ ആദ്യം പറയുന്നത് 6ാമത്തെ സംയോജിത വ്യതിയാന നിയമം. ഇവിടെ എന്താണ് ഇതിൽ പറയുന്നത്? പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ളതാണ്. ഈ ഒരു പൂച്ചയുടെ കേസിൽ എന്താണ്? പൂച്ചയ്ക്ക് വൈകാരികമായിട്ടൊരു അടുപ്പുള്ള ഒരു സന്ദർഭമല്ലേ ഇത്? പുറത്തേക്ക് വന്ന് ഫുഡ് എടുക്കുക അല്ലെങ്കിൽ ആ മീൻ എടുക്കുക എന്ന് പറയുന്നത് പൂച്ചയ്ക്ക് എന്താണ്? വൈകാരികമായിട്ടൊരു അടുപ്പുള്ള സന്ദർഭമാണ്. കാരണം ആ പൂച്ച വിഷമിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണം വിജയിക്കുന്നതും ഈ ഒരു നിയമങ്ങളൊക്കെ രൂപീകരിക്കാൻ പറ്റുന്നതും. ഈ പൂച്ചയ്ക്ക് വിശപ്പില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതിനോടൊരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പില്ല എന്നുണ്ടെങ്കിൽ പൂച്ച ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുമോ? ഇല്ല. പൂച്ച അവിടെ മിണ്ടാതിരുന്ന് അല്ലെ കിടന്നുറങ്ങാൻ നോക്കും, അല്ലെ? കാരണം അതിന് വയറ് നിറഞ്ഞിരിക്കുകയാണ്, ഫുഡിന്റെ ആവശ്യമില്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പുറത്തു പോകേണ്ട ആവശ്യമില്ല. അവിടെ വൈകാരിക അടുപ്പുള്ളത് കൊണ്ടാണ് പൂച്ച പ്രവർത്തിച്ചതും അതിൽ നിന്ന് പൂച്ചയ്ക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഒരു പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണം നമുക്ക് അയാളെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ ചെയ്യിക്കാം എന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? ബഹുവിധ പ്രതികരണ നിയമം. ഇവിടെ പൂച്ച എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ വേസിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ബഹു എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിലധികം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെ? ഒന്നിലധികം രീതിയിൽ ആ പൂച്ച എന്ത് ചെയ്യാണ്? പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതെ. അപ്പൊ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒന്നിലധികം രീതിയിൽ പ്രതികരിക്കാൻ പൂച്ചയ്ക്ക് സാധിക്കുന്നുണ്ടായിരിക്കുക? ആ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് കുറെ ഐഡിയാസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പുറത്തേക്ക് വരുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഘടകങ്ങളുടെ പ്രഭാവ നിയമത്തിൽ അത് പറയാൻ പറ്റുമല്ലോ. ആ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഐഡിയാസ് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാല് പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വയം തിരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കുന്നു. പഠിതാവ് തന്റെ ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തുകയും പഠന സന്ദർഭത്തിലെ പ്രഭാവ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുകയും തന്റെ പ്രതികരണം ആ ഘടകങ്ങളെ ആധാരമാക്കി നിർണ്ണയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പൂച്ചയുടെ മനസ്സിൽ അതിന്റെ ഉൾക്കാഴ്ച ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇൻസൈറ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും. അതിൽ പൂച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യമായിരിക്കും പൂച്ച സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഘടകങ്ങളുടെ പ്രഭാവ നിയമം ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെന്റ്, ഇതാണ് 4ാമത് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്തൊക്കെയാണ്? സംയോജിത വ്യതിയാന നിയമം, ബഹുവിധ പ്രതികരണ നിയമം, ഘടകങ്ങളുടെ പ്രഭാവ നിയമം. 4അല്ല, 3ാമതാണ്. ഇനി നമ്മൾ 4ാമത്തേതാണ് നോക്കാൻ പോകുന്നത്, മനോഭാവ നിയമം. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ പലതരം ഐഡിയാസ് ഒക്കെ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് വന്നു. പക്ഷെ ഇതൊന്നും ചെയ്തു നോക്കാനുള്ള ഒരു മനോഭാവം ആ പൂച്ചയ്ക്ക് ഇല്ലെങ്കിൽ ഇതിനൊക്കെ നിൽക്കുമോ? ഇല്ല. അപ്പൊ മനോഭാവവും എന്താണ്? ഇമ്പോർട്ടന്റ് ആയിരുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ പഠനത്തെ ഒരു വ്യക്തിയുടെ മനോഭാവം നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതൊരു പ്രവർത്തനത്തിനോടും ആരോഗ്യകരമായിട്ടുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി ആ കുട്ടി നന്നായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ വ്യക്തി നന്നായിട്ട് ചെയ്യും. നമ്മൾ അധ്യാപകരുടെ ഡ്യൂട്ടിയാണ് എഡ്യൂക്കേഷനോടും സ്കൂളിനോടും ക്ലാസ് റൂമിനോടും മറ്റു കാര്യങ്ങളോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് മനോഭാവം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. 5ാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സാദൃശ്യ നിയമം. ഇവിടെ ഈ പൂച്ച ഇനി വേറൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ്? ഇതേപോലെയുള്ള ഒരു കൂട്ടിൽ അകപ്പെടുകയാണ്. അവിടെ പൂച്ച ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും? മുമ്പ് ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണോ പൂച്ച പ്രവർത്തിച്ചത് അതേ രീതിയിലുള്ള ഒരു പ്രകടനമായിരിക്കും, അല്ലെ? അവിടെ ഉണ്ടാകുക.
അത് തന്നെയാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഒരു വ്യക്തി നൂതന സന്ദർഭത്തിനോട് പ്രതികരിക്കുന്നത്, നൂതന സന്ദർഭം എന്ന് പറയുന്നത് ഒരു പുതിയ സന്ദർഭം, പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും? മുമ്പ് സമാനമായ സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ച പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതാണ് സാദൃശ്യ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അനലോഗിയിൽ പറയുന്നത്. ഇനി അവസാനത്തെ 6ാമത്തെ അനുബന്ധ നിയമമാണ് ധ്രുവീകരണ നിയമം അഥവാ ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോ തൊണ്ടയ്ക്ക് വന്നിട്ട് ഈ പൂച്ചയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഈ രീതിയിൽ മാത്രമല്ല ഈ രീതിയിലും കേജ് തുറക്കാൻ നിനക്ക് പറ്റുമായിരുന്നു, നീ അത് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്ത് നോക്കുന്ന് പറഞ്ഞിട്ട് വീണ്ടും പൂച്ച എന്ത് ചെയ്യാണ്, ആ കേജിൽ പിടിച്ചിടുകയാണെങ്കിലും പൂച്ച ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? മുമ്പ് പൂച്ച എങ്ങനെയാണോ തുറന്നത് അതേ രീതിയിൽ ആ കേജ് തുറക്കാനാ നോക്കുക. അല്ലാതെ തോണ്ടയ്ക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തുറക്കുകയല്ല ചെയ്യുന്നത്, അല്ലെ? നമ്മളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു മാത്സിന്റെ ഒരു പ്രോബ്ലം 2 രീതിയിൽ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ആദ്യം ചെയ്തത് ഏത് രീതിയിലാണോ എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മൾ വീണ്ടും ചെയ്യാൻ നോക്കുക, അല്ലെ? കാരണം നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ ആദ്യം തിരഞ്ഞെടുത്ത ആ വഴിയായിരിക്കും. മറ്റേ രീതിയിൽ ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് തോന്നും. ഈ ഒരു കറക്റ്റ് ഓർഡറിൽ പഠിക്കുമ്പോൾ അനുബന്ധ നിയമങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റും. എന്താണ്? വൈകാരിക അടുപ്പമുള്ള സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. രണ്ടാമത്തത് എന്താണ്? അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ പല തരത്തിലുള്ള അല്ലെ മൾട്ടിപ്പിൾ വേസ്, ബഹുവിധത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ ഉണ്ടാവും. ആ പ്രതികരണങ്ങൾക്ക് കാരണം എന്താണ്? ആ വ്യക്തിയുടെ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചയിൽ നിന്ന് വരുന്ന ഐഡിയാസ് ആയിരിക്കും. ആ ഐഡിയാസ് ഉപയോഗിച്ച് ചെയ്തു നോക്കാനുള്ള ഒരു മനോഭാവം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. മുമ്പ് അതേപോലെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് ആ രീതിയിൽ ചെയ്തു നോക്കാനുള്ള ഒരു ടെൻഡൻസി ആ വ്യക്തിയിൽ കാണിക്കുന്നുണ്ടായിരിക്കും. അവസാനത്തത് എന്താണ്? നമ്മൾ ഏത് ദിശയിലേക്കാണോ ഒരു പ്രവർത്തനം ആദ്യം ചെയ്തിട്ടുള്ളത് ആ ദിശയിലേക്ക് തന്നെ വീണ്ടും പ്രവർത്തിക്കാനുള്ള രീതി, അല്ലെങ്കിൽ അത് നമുക്ക് എളുപ്പമായിട്ട് തോന്നുമെന്നുള്ളതാണ്. ഇതാണ് ധ്രുവീകരണ നിയമത്തിൽ പറയുന്നത്. ഇത്രയുമാണ് തോണ്ടയ്ക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങൾ അഥവാ പ്രൈമറി ലോസ് ഓഫ് ലേണിംഗും അനുബന്ധ നിയമങ്ങൾ അഥവാ സെക്കൻഡറി ലോസും വരുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ നോക്കുക. ഇവിടെ നമുക്ക് തോണ്ടയ്ക്കിന്റെ ഫല നിയമവുമായി അല്ലെങ്കിൽ പരിണാമ നിയമവുമായി ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ പറയാൻ പറ്റും. വിജയത്തേക്കാൾ വിജയിക്കുന്ന മറ്റൊന്നില്ല. ഇത് PYQ ആയിരുന്നു. വിജയത്തേക്കാൾ വിജയിക്കുന്ന മറ്റൊന്നില്ല. ഇത് തോണ്ടയ്ക്കിന്റെ ഏത് പഠന നിയമവുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം വിജയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈനൽ റിസൾട്ട് ആണ്, അല്ലെ? ഫൈനൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് വിജയം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു വിജയം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലും വിജയിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലും ചോദ്യങ്ങൾ വരാം. ഇനി മറ്റൊരു തരത്തിൽ ചോദ്യം ചോദിക്കാം. തോണ്ടയ്ക്കിന്റെ 3 പ്രാഥമിക പഠന നിയമങ്ങൾ തരാം. 4ാമതായിട്ട് തോണ്ടയ്ക്കിന്റെ ഒരു അനുബന്ധ നിയമവും തരാം. ഇതിൽ തോണ്ടയ്ക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്, അല്ലെ? ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ പറഞ്ഞു പ്രാഥമിക പഠന നിയമങ്ങൾ 3 എണ്ണമാണുള്ളത്, അല്ലെ? 3 എന്ന് പറയുന്നത് എന്താണ്? 3. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്താണ്? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ് എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉമാണ് മലയാളവും ഇംഗ്ലീഷും 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. 2 പേരുകളും പഠിച്ചു വെക്കുക. പേര് മാറുമ്പോൾ ഓപ്ഷൻ കണ്ട് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോണ്ടയ്ക്കിന്റെ പുസ്തകങ്ങൾ പഠിക്കാനുള്ള ഒരു കോഡിനെ പറ്റിയിട്ട്. ഇവിടെ ഈ ഒരു പരീക്ഷണത്തിന് തോണ്ടയ്ക്കിന്റെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു, അല്ലെ? കണക്കുകൂട്ടൽ. അപ്പൊ അരിത്മെറ്റിക്, ഇത് മാത്സുമായി ബന്ധപ്പെട്ടുള്ള ആ അനിമൽ അത്ര ഇന്റലിജന്റ് ഒന്നും ആയിരുന്നില്ല, അല്ലെ? ഏത് സാഹചര്യത്തിലാണ് ഈ തോണ്ടയ്ക്കിന്റെ ഈ ഒരു കാൽക്കുലേഷൻ വരുന്നത്? സൈക്കോളജി ഓഫ് ലേണിംഗ്, ലേണിംഗിന്റെ സൈക്കോളജിയെ പറ്റിയുള്ള പരീക്ഷണം നടത്തുമ്പോൾ തോണ്ടയ്ക്കിനൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ഒരു മാത്സ് ഉണ്ടായിരുന്നു തോണ്ടയ്ക്കിന്റെ മൈൻഡിൽ. എന്താണ്? ഈ അനിമൽ അത്ര ഇന്റലിജന്റ് ഒന്നും അല്ല, ഇതിന് പുറത്തേക്ക് വരാനും ആ മീൻ എടുക്കാനും പറ്റില്ല എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് പൂച്ച പുറത്തേക്ക് വരുന്നത്. ഇത് ഓർത്ത് വെക്കാനുള്ള കോഡാണ്. തോണ്ടയ്ക്ക് അങ്ങനെ ചിന്തിച്ചു എന്നതല്ല പറയുന്നത്. ഹ്യൂമൻ അരിത്മെറ്റിക്, സൈക്കോളജി ഓഫ് ലേണിംഗ്, അനിമൽ ഇന്റലിജൻസ്, ഈ 3 പേരുകളും നമുക്ക് ഇത്തരത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. തോണ്ടയ്ക്കും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളും അതിലൂടെ അദ്ദേഹം രൂപീകരിച്ച പ്രാഥമിക പഠന നിയമങ്ങളും അനുബന്ധ പഠന നിയമങ്ങളും എല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ ശ്രമിക്കാം. സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളിലൂടെ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ക്ലാസ്സുകൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റുകളായിട്ട് അറിയിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.